നമസ്കാരം. മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ പ്രസ്താവന അത് വർഗീയ പ്രസ്താവനയാണ്. മലപ്പുറത്ത് ജയിക്കുന്നവരുടെ പേരുകൾ പരിശോധിക്കാൻ പറഞ്ഞത് മഹാ അപരാധമാണ് എന്ന രീതിയിൽ പ്രതിപക്ഷം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഭരണപക്ഷമാകട്ടെ പ്രതിപക്ഷം ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടുന്നു എന്ന രീതിയിൽ വർഗീയ ആരോപണം തിരിച്ചും നടത്തുന്നുണ്ട്. സത്യത്തിൽ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞതിൽ വസ്തുതാപരമായി തെറ്റെന്താണ് എന്ന് ചോദിച്ചാൽ ആർക്കും ഒന്നും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞത് കൃത്യമായ കാര്യമാണ്. അതങ്ങനെ തന്നെയാണ്. അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ, മലപ്പുറത്ത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണ് ജയിച്ചു വരിക എന്നെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ കഴിഞ്ഞ കാലങ്ങളിലൊന്നും അത് തുറന്നു പറയാൻ ഇടതുമുന്നണിയിലെയോ വലതുമുന്നണിയിലെയോ ആരും തയ്യാറായിരുന്നില്ല. അവർക്കതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ പുതിയ സാഹചര്യത്തിൽ ചില ആളുകളെങ്കിലും അത് തുറന്നു പറഞ്ഞ് രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. അത് കേരള രാഷ്ട്രീയം മാറുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സജി ചെറിയാൻ്റെ പ്രസ്താവനയെ വിമർശിക്കുന്നവർ മറ്റു ചില പ്രസ്താവനകൾ കൂടി കേൾക്കണം. അതായത് മുസ്ലിം പയ്യന്മാർ ഹിന്ദു പെൺകുട്ടികളെ പ്രേമിച്ച് കല്യാണം കഴിക്കുമ്പോൾ അവരെ മതം മാറ്റുന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്രകാരമാണ് എന്നാണ് പറഞ്ഞത്. കാന്തപുരം അബൂബക്കർ മുസലിയാരാണ്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ നവോത്ഥാന നായകൻ എന്ന രീതിയിലാണ് ഇദ്ദേഹത്തെ ഇടത് വലത് മുന്നണികൾ കൊണ്ടു നടക്കുന്നത് എന്നറിയാമല്ലോ. ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ ആരും പ്രതികരിച്ച് കണ്ടില്ല. ലോകം മുഴുവൻ മുസ്ലിം രാജ്യങ്ങളായി മാറിയാൽ എന്താണ് പ്രശ്നം? മുസ്ലിങ്ങൾ മനുഷ്യരല്ലേ എന്ന് ചോദിച്ചത് സാക്ഷാൽ വി ഡി സതീശനാണ്, നമ്മുടെ പ്രതിപക്ഷ നേതാവാണ്. ലോകത്ത് ഏറ്റവും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നത് മുസ്ലിം രാജ്യങ്ങളിലാണ്. ഇപ്പോൾ 57 മുസ്ലിം രാജ്യങ്ങൾ ലോകത്തുണ്ട് എന്ന് പറഞ്ഞത് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ്. മുസ്ലിം സമുദായത്തിന് വേണ്ടി KM ഷാജി പറഞ്ഞത് എന്താണ്? നമുക്കെല്ലാവർക്കും അറിയാം. മതമാണ് അവരുടെ പ്രശ്നം എന്നെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. ഇങ്ങനെ ഇടതു വലത് മുന്നണികൾ അന്നും ഇന്നും മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി, മുസ്ലിം വോട്ട് ബാങ്ക് കൈക്കലാക്കാൻ വേണ്ടി ഇങ്ങനെ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊന്നും യാതൊരുവിധ പ്രശ്നവും യാതൊരുവിധ അഭിപ്രായവും എതിരഭിപ്രായവും ആരും ഉന്നയിച്ച് കണ്ടില്ല. പക്ഷേ ഇപ്പോൾ സജി ചെറിയാനെ പോലെയുള്ളവർ, AK ബാലനെ പോലെയുള്ളവർ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ വല്ലാതെ മറുഭാഗം അസഹിഷ്ണുത കാണിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കണക്ക് കൂടി പരിശോധിച്ചാൽ ഇനിയും ചില പ്രസ്താവനകളും ഇനിയും ചില കടുത്ത നിലപാടുകളും ഒക്കെ പുറത്തു വരാനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. അതായത് IS ബന്ധം ആരോപിച്ച് ഇന്ത്യയിൽ ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത് 75 പേരാണ്. അതിൽ ഒരു സ്റ്റേറ്റ് വൈസ് ബ്രേക്കപ്പ്, അതായത് ഓരോ സംസ്ഥാനത്തു നിന്നും എത്ര പേരാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി കേരളത്തിൻ്റെ സ്ഥാനം മനസ്സിലാകും. കാശ്മീരിൽ നിന്നും ഒരാളെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ബംഗാളിൽ നിന്നും ഒരാളെയാണ്, രാജസ്ഥാനിൽ നിന്നും 2 പേർ, ഉത്തർപ്രദേശിൽ നിന്നും 3 പേർ, തമിഴ്നാട്ടിൽ നിന്നും 4 പേർ, ഉത്തരാഖണ്ഡിൽ നിന്നും 4 പേർ, മധ്യപ്രദേശിൽ നിന്നും 6 പേർ, മഹാരാഷ്ട്രയിൽ നിന്നും 8 പേർ, കർണാടകയിൽ നിന്നും 9 പേർ, തെലങ്കാനയിൽ നിന്നും 16 പേർ, കേരളത്തിൽ നിന്നും 21 പേർ. ഇവിടെയും കേരളം 1-ാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്നു. ഇവിടെയാണ് കേരള രാഷ്ട്രീയത്തിൽ വർദ്ധിച്ചു വരുന്ന മുസ്ലിം തീവ്രവാദ സ്വാധീനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചന കിടക്കുന്നത്. ഇതാണ് ഇപ്പോൾ പല രാഷ്ട്രീയ നേതാക്കളിലൂടെ പുറത്തു വരുന്നത് എന്നത് വ്യക്തമാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വർഷങ്ങളായി ഈ വസ്തുത എല്ലാവരും ഓർത്തെടുത്തിട്ടുണ്ട്. അവർക്ക് കൃത്യമായി മനസ്സിലാക്കിയെടുത്തിട്ടുണ്ട്. ഇന്ത്യ മുഴുവൻ ഒരു ഭീകരവാദ പ്രസ്ഥാനത്തെ നിരോധിച്ചപ്പോൾ, പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ അതിൻ്റെ ആസ്ഥാനം, അതിൻ്റെ വേരുകൾ അത് കേരളത്തിലാണ് എന്ന് നമ്മൾ കണ്ടതാണ്. അത്രമാത്രം മുസ്ലിം വർഗീയതയ്ക്കും ഇസ്ലാമിക തീവ്രവാദികൾക്കും വളക്കൂറുള്ള ഒരു മണ്ണാണ് കേരളം. ആ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ലാഭത്തിനായി ചില ചോദ്യങ്ങൾ ഇപ്പോൾ ഇടതുമുന്നണി ഉന്നയിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ആത്മാർത്ഥതയുണ്ടോ എന്നെനിക്കറിയില്ല. ഒരു ഭാഗത്ത് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുക, മറുഭാഗത്ത് ഹൈന്ദവരെ എന്തെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഒന്നിപ്പിക്കുക എന്നിങ്ങനെയൊക്കെയുള്ള വിചിത്രമായ രാഷ്ട്രീയ നാടകങ്ങളാണ് ചരിത്രത്തിൽ ഇല്ലാത്ത വിധം കേരളത്തിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.